ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ബാലേട്ടനും പിള്ളേരും കൂടെ ഔട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നവർ കാറിൽ നിന്ന് ഇറങ്ങിയില്ല. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ബാലേട്ടൻ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അലീന ഇവിടുന്ന് പോയതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ അമ്മ തിരിച്ചിവിടെ വരാൻ വേണ്ടിയാണ് അലീന ഇവിടുന്ന് പോയത്. പഴയതുപോലെ നിങ്ങളുടെ അമ്മ ഇവിടം പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെ. പുതിയ സർവൻറ്റിനെ വെച്ചും പഴയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളും അതുപോലെ അങ്ങോട്ട് എതിർക്കാനൊന്നും പോകരുത്, മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ പഠിക്കുക. ബബിതയോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ബബിത ഇനി അവൾ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് തിരിച്ച് മറുപടി പറയാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾക്കിനി എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂം വൃത്തികേടാക്കിയിട്ടേക്കാം, നിങ്ങളപ്പോൾ അവിടെ വന്നിരുന്ന് ജോലി ചെയ്തു എന്ന് പറയും. പഴയതുപോലെ നിങ്ങൾ തർക്കിക്കാനും എടുക്കാനും ഒന്നും പോകണ്ട. നിങ്ങൾ 3 പേരും നിങ്ങളുടെ അമ്മയുടെ ആയുധം. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഒന്നിനും അങ്ങോട്ട് പോകണ്ട വഴക്കിന്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഞാനും വൈജയും തമ്മിലുള്ള പ്രോബ്ലത്തിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഞങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷെ നിങ്ങൾ അതിൽ വന്ന് ഇടപെടരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരും ബാലേട്ടനും കൂടെ അകത്തോട്ട് വരിക. അപ്പോൾ നമ്മുടെ വൈജാമാടൻ ചോദിക്കും, ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞോ? അവന് രോഹിത്തിനോട് ചോദിക്കും, നീ എന്തുവാ തിന്നത്? കരിമന്തിയാണോ കഴിച്ചത്? അതെന്ന് പറയും. ബബിതയോട് ചോദിക്കുമ്പോൾ ബബിത പറയും, ഞാനൊരു കിംവദന്തിയാണ് തിന്നതെന്ന്. പിന്നെ കൃഷ്ണമോൾ എന്തുവാ തിന്നതെന്ന് എനിക്കറിയത്തില്ലെന്ന് കൃഷ്ണമോളും പറയും കഴിച്ച കാര്യം. അപ്പം രോഹിത് ചോദിക്കും, ഞങ്ങൾക്കൊന്ന് വെളിയിൽ പോയി ഒരു ദിവസം ഒരു ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലയോ ഈ വീട്ടിൽ എന്ന് രോഹിത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും തിന്ന് വളർന്നതേ ഈ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കിയത് അത് കേട്ടല്ലോ, അത് ഞാൻ തീരുമാനിക്കും കേട്ടോ. എൻ്റെ തീരുമാനം ഇവിടെ നടന്നിട്ടുള്ള ഇത്രയും നാൾ. ഇനിയായാലും അങ്ങനെ മതി, എൻ്റെ തീരുമാനം അനുസരിച്ച് നിന്നാൽ മതി നിങ്ങൾ. അപ്പം ചോദിക്കും, അച്ഛനും അങ്ങനെ നിന്നാൽ മതിയോ എന്ന് ബബിത ചോദിക്കും. അപ്പോൾ മതി എന്ന് വൈജ പറയുമ്പം ബബിത പറയും, അച്ഛനൊന്നും പറയാനില്ലേ അമ്മയോട്? അപ്പോൾ ബാലേട്ടൻ ചോദിക്കും, അമ്മയോ? എൻ്റെ അമ്മ മരിച്ചു പോയി, പിന്നെ എൻ്റെ ഭാര്യ, എനിക്ക് ആണെങ്കിൽ ഭാര്യയില്ല എന്ന് പറയും. അപ്പോൾ വൈജ എന്നിട്ട് ചോദിക്കും, ഞാൻ പിന്നെ ആരാ നിങ്ങളുടെ? അപ്പോൾ പറയും, നീ പ്രേതം, എൻ്റെ ആരുമല്ല നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എവിടേക്കോ കറങ്ങി നടന്ന് വന്നിട്ട് ഞാനില്ലാത്ത സമയത്ത് വന്ന് ഇവിടെ കയറി കുടികൊണ്ട പ്രേതം എന്ന് പറയും. നീ എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ പോയത്? നീ തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചില്ലല്ലോ, എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ലോ നീ വന്നതും പോയതും എല്ലാം. അതുകൊണ്ട് നീ എവിടെയോ കറങ്ങി തിരിഞ്ഞ് വന്ന പ്രേതം മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയും. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെയൊക്കെ കാര്യം നോക്കി റൂമിലോട്ടങ്ങ് പോകും. വൈജയാണ് ഇങ്ങനെ അന്തം വിട്ട് ബാലേട്ടൻ്റെ സംസാരം കേട്ട്. എന്നിട്ട് ബാലേട്ടൻ പറഞ്ഞിട്ട് ബാലേട്ടൻ കയറിയാൻ പോകും. അത് നമ്മുടെ കുളത്തുപ്പുഴ സ്റ്റാൻലി വെള്ളമടിച്ച് ഒരു പരുവമായി, ഡിസിപ്ലിൻ എല്ലാം മറന്ന് വേറൊരു ലെവലായി അപ്പച്ചനോട് വായി വരുന്ന എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചത് അപ്പച്ചൻ ഇവിടെ നിൽക്കുന്നത് 3-4 ദിവസം ഇവിടെ നിന്ന് മദ്യമൊക്കെ കഴിച്ച് എന്നിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, അപ്പച്ചൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കൂടെ കമ്പനി കൂടാനല്ല, അപ്പച്ചൻ്റെ ചിന്നമ്മയുടെ കൂടെ കമ്പനി കൂടാനെ കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പച്ചൻ എന്തോ ഒരു പെഗിൽ നിർത്തിയത്, അപ്പച്ചൻ എന്താ പിന്നെയും കഴിക്കാത്തതിൻ്റെ കാരണം പറ. എനിക്കൊന്നും മതി, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അതൊന്നുമല്ല, എനിക്കറിയാം അപ്പച്ചൻ്റെ ചിന്നമ്മയെ പേടി. അന്നേരം പറയും, എടാ എൻ്റെ ചിന്നമ്മ ഉള്ളപ്പോൾ പോലും എനിക്ക് ചിന്നമ്മയെ പേടിയില്ലായിരുന്നു, പിന്നെ കൊച്ചുമോളെ എന്ന് പറയും. അന്നേരം പറയും, അതൊന്നുമല്ല, എനിക്കറിയാം ചിന്നമ്മയുടെ സ്നേഹം പിടിച്ച് പറ്റാനില്ല എന്ന് അപ്പച്ചനോട് സ്റ്റാൻലി പറയും. സ്റ്റാൻലിക്കാണെങ്കിൽ നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത രീതിയിൽ ആയി, അതുപോലെ അകത്താക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയും, എൻ്റെ മോളുടെ പേര് ഞാൻ മാറ്റി, പ്രിൻസസ് എന്നാക്കി. ഞാൻ ലോകം ചുറ്റും എൻ്റെ മോളെയും കൊണ്ട് ആകാശത്തൂടെ പറക്കും, മഞ്ഞുമലയിൽ കൂടെ നടക്കും. ലോകം ചുറ്റി വന്നു കഴിയുമ്പം എൻ്റെ മോളെ കോടീശ്വരനായ ക്രിസ്ത്യാനി പയ്യനെ കൊണ്ട് കെട്ടിക്കും. എൻ്റെ മോളിനി പ്രിൻസസ് ഓഫ് കുളത്തുപ്പുഴയാണ് എന്നൊക്കെ നമ്മുടെ സ്റ്റാൻലി വെച്ചലക്കുന്നുണ്ട്. എന്നിട്ട് പാപ്പച്ചൻ പറഞ്ഞിട്ടാ, നീ ഇത് മതി, നീ ഇതിപ്പോൾ ഓവറായി എന്ന് പറയും. അവസാനം പറയും, അന്ന് ഞാൻ നിർത്തുക എന്ന് പറഞ്ഞിട്ട് 23 വർഷം എൻ്റെ മോൾ അനാഥയായിട്ട് ജീവിച്ചു. അപ്പോൾ അപ്പച്ചൻ പറയും, ഇടാ നിനക്ക് ഈ മോള് തന്നെ അല്ല ഉള്ളത്, നീ മറ്റു മക്കളുടെ കാര്യം ഓർക്കണം. അന്നേരം പറയും, അവരിതുപോലായിരുന്നോ അപ്പച്ച? 23 വർഷം എൻ്റെ മോള് അനാഥയായിട്ടാണ് അപ്പച്ച ജീവിച്ചത്. അവരിതുപോലായിരുന്നില്ലല്ലോ, 23 വർഷം എൻ്റെ മോൾ അനാഥയായിട്ടാണ് ജീവിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിലോട്ടങ്ങ് പോകും. അത് കഴിഞ്ഞ് അപ്പച്ചൻ വന്ന് അലീനയുടെ റൂമിൽ തട്ടപ്പോഴാണെങ്കിൽ അലീന കതവ് തുറക്കത്തില്ല. അപ്പച്ചൻ പിന്നെ കതവ് തുറന്നകത്ത് കയറും. അകത്ത് കയറുമ്പോൾ അലീന ഇങ്ങനെ കട്ടിലേലിരിക്കുക. അപ്പോൾ അപ്പച്ചൻ ചോദിക്കും, മോളെന്താ ഉറങ്ങാഞ്ഞത്? അന്നേരം പറഞ്ഞു,
അവിടുത്തെ വെള്ളവടിപ്പാട്ടിയൊക്കെ കഴിഞ്ഞോ? അന്നേരം പറയും ആ കഴിഞ്ഞു. ഞാൻ കഴിച്ചില്ല മോളെ, അവനാ കഴിച്ചതല്ല, ഞാൻ ഇച്ചിരി ഒരു പെഗ് അത്രയേ ഉള്ളു. ആ ഞാൻ കേട്ട് അവിടുത്തെ ബഹളങ്ങളൊക്കെ. എപ്പോൾ തുടങ്ങിയതാ ഇങ്ങനെ? കഴിച്ചു കഴിഞ്ഞാൽ കരളടിച്ച് പോകത്തില്ലേ? നമ്മൾ പ്രായമാകും തോറും കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്, അത് അളവ് കൂട്ടുകയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അപ്പച്ചൻ പറയും മോളെ ഞാൻ ഇപ്പം ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ, അളവ് കുറച്ചു. അപ്പച്ചൻ്റെ മോൻ ലാലിച്ചന് പ്രായമാവുമല്ലേ, ഇത് ലാലിച്ചന് എന്താ അളവ് കുറയ്ക്കാത്തത് എന്ന് ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറയും മോളെ അവൻ കഴിക്കുന്നത് വിഷമൊന്നുമല്ല. അപ്പോൾ അലീന പറയും അത് ആൽക്കഹോൾ അല്ലേ എല്ലാം. അല്ല, ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് അസുഖങ്ങളൊന്നുമില്ല, ജീവിതകാലത്തിൽ അസുഖം വരുത്തില്ലെന്ന് ഏതെങ്കിലും ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതങ്ങനെ ഒരു ഡോക്ടറും തരത്തില്ല മോളെ. പിന്നെ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? എല്ലാ ആൽക്കഹോളും വിഷമാണ് എന്ന്. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇപ്പോൾ ഓർക്ക് ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നെന്ന്. കുറേ കറുത്ത പട്ടികളുടെ ഇടയിൽ ഞാനൊരു വെളുത്ത പട്ടി എന്ന് അലീന പറയും. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പം പിന്നീടാണെങ്കിൽ രോഹിത്തും ബബിതയും കൂടെ പറയുന്ന നമ്മളും ഇപ്പം അമ്മയോട് എതിര് പറയുന്നതുകൊണ്ട് അമ്മ ഇപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ എന്നൊക്കെ ഇങ്ങനെ രോഹിത്ത് ബബിതയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത ദിവസം അടുത്ത എപ്പിസോഡുമായി വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.